അബാക്കസ് ട്രെയിനിങ്ങിൻ്റെ 5ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൈനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നത്, വ്യവകലനം ചെയ്യുന്നതാണ്. അബാക്കസിൽ എങ്ങനെയാണ് വ്യവകലനം ചെയ്യുന്നത്, കുറയ്ക്കുന്നത്. നമുക്ക് ആദ്യം 9 എന്ന സംഖ്യ സെറ്റ് ചെയ്യുന്നു. 9 എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്? അബാക്കസിൻ്റെ വലതുവശത്ത്. നമ്മൾ 1 കുറയ്ക്കാനാണ് ആദ്യം പഠിപ്പിക്കുന്നത്. 1കൾ കുറയ്ക്കുവാൻ. ആദ്യം 9ൽ നിന്ന് 1 കുറച്ചാൽ 8, 8ൽ നിന്നും 1 കുറച്ചാൽ 7, 7ൽ നിന്നും 1 കുറച്ചാൽ 6, 6ൽ നിന്നും 1 കുറച്ചാൽ 5. ഇനിയാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇനി 5ൽ നിന്ന് 1 കുറയ്ക്കണം. 1 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 5 ക്ലിയർ ചെയ്യുന്നു, 4 സെറ്റ് ചെയ്യുന്നു. എപ്പോഴാണോ നമ്മൾ മൈനസ് ചെയ്യുന്നത്, 5ൽ നിന്നും 1 കുറയ്ക്കണമെങ്കിൽ 5 ക്ലിയർ ചെയ്യുകയും 4 സെറ്റ് ചെയ്യുകയും വേണം. 5ൽ നിന്ന് 1 കുറയ്ക്കാൻ 5 കുറച്ച് 4 കൂട്ടുന്നു. ഇനി വീണ്ടും 4ൽ നിന്ന് 1 കുറച്ചാൽ 3, 3ൽ നിന്നും 1 കുറച്ചാൽ 2, 2ൽ നിന്നും 1 കുറച്ചാൽ 1, 1ൽ നിന്ന് 1 കുറച്ചാൽ 0. ഇനി 9ൽ നിന്നും 2കൾ വീതമാണ് കുറയ്ക്കുന്നത്. 2കൾ വീതം എങ്ങനെ കുറയ്ക്കുക? 1, 2. 9ൽ നിന്ന് 2 പോയാൽ 7, 7ൽ നിന്ന് 1, 2. എത്ര കിട്ടി? 7ൽ നിന്ന് 2 പോയാൽ 5. ഇനി 5ൽ നിന്ന് 2 കുറയ്ക്കണം. 5ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 1 കുറയ്ക്കാൻ ആദ്യം 1 കുറയ്ക്കണം. 1 കുറയ്ക്കാൻ ചെയ്യണം? 5 കുറച്ച് 4 സെറ്റ് ചെയ്യണം. 5 ക്ലിയർ, 4 സെറ്റ്. ഇനി വീണ്ടും 1 കുറച്ചിട്ടുള്ളൂ, 1 കൂടി കുറയ്ക്കാം. 5ൽ നിന്നും 2 പോയാൽ 3. ഇനി വീണ്ടും 2 കുറയ്ക്കുക. 1, 2. 1ൽ നിന്നും 2 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 9ൽ നിന്ന് 2കൾ കുറയ്ക്കുന്ന വിധമാണ് പരിചയപ്പെടുത്തിയത്. ഇനി 9ൽ നിന്ന് 3കൾ കുറയ്ക്കാം. 1 കുറച്ചു, 2 കുറച്ചു, 3 കുറച്ചു. 9ൽ നിന്ന് 3 കുറച്ചാൽ 6. ഇനി 6ൽ നിന്ന് 3 കുറയ്ക്കണം. 1 കുറച്ചു, രണ്ടാമത്തെ മൊത്തം എങ്ങനെ കുറയ്ക്കുക? 5 കുറച്ച് 4 കൂട്ടണം. 2, 3. അപ്പോൾ 6ൽ നിന്ന് 3 കുറച്ചാൽ 3. വീണ്ടും 3ൽ നിന്ന് 3 കുറയ്ക്കുക. 1, 2, 3. 0 അബാക്കസ്. ഇനി 9ൽ നിന്നും 4 കുറയ്ക്കുന്ന വിധം 4 കുറയ്ക്കാം. 1, 2, 3, 4. 9ൽ നിന്ന് 4 പോയ എത്രയാണ്? 5. ഇനി 5ൽ നിന്ന് 4 കുറയ്ക്കാം. ആദ്യം 1 കുറയ്ക്കണ്ടേ? 5 ക്ലിയർ ചെയ്ത് 4 സെറ്റ്. 1, 2, 3, 4. 5ൽ നിന്നും 4 പോയ 1. ഈ രീതിയിലാണ്. ഇതുപോലെ 9ൽ നിന്നും 9 വരെയുള്ള സംഖ്യകൾ കുറയ്ക്കാം. ഈ 10ൽ നിന്നും കുറയ്ക്കുന്ന വിധമൊന്ന് പരിചയപ്പെടുത്തുകയാണ്. 10ൽ നിന്ന് കുറയ്ക്കുമ്പോൾ ഒരു പുതിയ നിയമമുണ്ട്. നേരത്തെ 5ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്തു? 5 ക്ലിയർ ചെയ്യുന്നു, 4 സെറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ 5 കുറച്ച് 4 കൂട്ടുന്നു. ഇവിടെ അതുപോലൊരു നിയമമുണ്ട്. 10ൽ നിന്നും 1 കുറയ്ക്കണം. 10ൽ നിന്നും 1 കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെ 1 കുറയ്ക്കാനില്ല. അപ്പം എന്ത് ചെയ്യണം? ഇടതുവശത്തെ 1 ക്ലിയർ ചെയ്യുന്നു, വലതുവശത്തെ 9 സെറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ 10 കുറച്ച് 9 കൂട്ടുന്നു. 10ൽ നിന്നും 1 കുറയ്ക്കണേ എന്ത് ചെയ്യണം? 10 ക്ലിയർ, 9 സെറ്റ് ചെയ്യുന്നു, 9 സെറ്റ് ചെയ്യുന്നു. ഇനി വീണ്ടും ഇതുപോലെ 10ൽ നിന്നും 9ൽ നിന്നും 1 കുറയ്ക്കുന്നു. 8, 9ൽ നിന്നും 8ൽ നിന്നും 1 കുറയ്ക്കുന്നു. 7. ഈ രീതിയിൽ. ഇനി വീണ്ടും 10ൽ നിന്നും 2 കുറയ്ക്കണം. എങ്ങനെ 10ൽ നിന്ന് 2 കുറയ്ക്കുക? ആദ്യം 1 കുറയ്ക്കണ്ട. 1 കുറയ്ക്കണ ദിനം 10 ക്ലിയർ, 9 സെറ്റ്, 1. അപ്പോൾ 1 കുറഞ്ഞു. പിന്നെ 1 കൂടി കുറയുമ്പോൾ 2. 10ൽ നിന്ന് 2 കുറച്ചാൽ 8. അപ്പോൾ ഒരേ ഒരു നിയമമുള്ളൂ. കുറയ്ക്കണമെങ്കിൽ 10ൽ നിന്ന് കുറയ്ക്കണമെങ്കിൽ 10 ക്ലിയർ ചെയ്ത് 9 ആഡ് ചെയ്യണം. ഈ രീതിയിലാണ്. നമ്മൾ ഇപ്പോൾ കുറയ്ക്കുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്.
ഇനി കുറച്ചുകൂടി കുട്ടികൾക്ക് വളരെ തീരെ ചെറിയ കുട്ടികൾക്ക് നഴ്സറി തലത്തിലോ 1-ലോ 2-ലോ ഒക്കെ നമുക്ക് അബാക്കസ് പരിചയപ്പെടുത്തുമ്പോൾ കുറയ്ക്കാനുള്ള മെത്തേഡ് പറഞ്ഞുതരാം. അത് കുട്ടികൾക്ക് കുറച്ചുകൂടി കൃത്യമായി മൂർത്തമായി മനസ്സിലാക്കാൻ ആദ്യം 9 എഴുതി വലതുവശത്ത്, അബാക്കസിൻ്റെ വലതുവശത്ത് 9 എഴുതി. 9-ൽ നിന്നും നമുക്ക് 4 കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇടതുവശത്ത് 4 എഴുതും. വലതുവശത്ത് 9, ഇടതുവശത്ത് 4. ഈ വലതുവശത്ത് 9-ൽ നിന്നാണ് ഇടതുവശത്ത് 4 കുറയ്ക്കേണ്ടത്. എങ്ങനെ കുറയ്ക്കുക? ഇടതുവശത്ത് 1 കുറയ്ക്കുമ്പോൾ വലതുവശത്ത് 1 കുറയ്ക്കണം. 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 അപ്പോൾ 9-ൽ നിന്നും 4 പോയാൽ 5. ഇതുപോലെ വീണ്ടും 8-ൽ നിന്നും 6 കുറയ്ക്കണം. 8-ൽ നിന്നും 6 കുറയ്ക്കണം. നമ്മളെങ്ങനെ ചെയ്യുക? ഇടതുവശത്ത് 1 കുറച്ചു, ഇവിടെ 1 കുറച്ചു വലതുവശത്ത്. ഇനി ഇടതുവശത്ത് 1 കുറയ്ക്കണ്ടേ? 1 കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഇടതുവശത്ത് 1 കുറയ്ക്കാന്ന് പറഞ്ഞാൽ 5 കുറയ്ക്കുമ്പോൾ 4 ക്ലിയർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് 1 കുറച്ചു. പിന്നെ വീണ്ടും ഇവിടെ നിന്ന് ഇടതുവശത്ത് 1 കുറച്ചു, വലതുവശത്ത് 1 കുറച്ചു. ഇടതുവശത്ത് 1 കുറച്ചു, വലതുവശത്ത് 1 കുറയ്ക്കണമെങ്കിൽ 5 കുറച്ച് 4 കൂട്ടണം. ഇടതുവശത്ത് 1 കുറച്ചു, വലതുവശത്ത് 1 കുറച്ചു. ഇടതുവശത്ത് 1 കുറച്ചു, വലതുവശത്ത് 1 കുറച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. ഈ രീതിയിലാണ് നമുക്ക് കുറയ്ക്കൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ കാര്യങ്ങൾ?